ഗാനമേളകളിലൂടെ നിങ്ങളെ ആവേശം കൊള്ളിച്ച ഗായകർക്കൊപ്പമുള്ള ഈ 21 ആഴ്ചകൾ ആഘോഷരാവുകളാണ്. ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ നമുക്കിന്ന് ഒരു അതിഥി കൂടി ഉണ്ട്. ഇദ്ദേഹം ഒരു അഭിനേതാവാണ്, ഒരു അസാധ്യ ഗായകനാണ്. ഏകദേശം 200ഓളം ചിത്രങ്ങളിൽ വേഷമിട്ട ഈ നടൻ എക്സ്പെരിമെന്റ് ചെയ്യാത്ത ഒരു കഥാപാത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. കുട്ടൻ തമ്പുരാൻ, ദിഗംബരൻ, തലക്കൽ ചന്തു തുടങ്ങി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത അർദ്ധനാരി വരെ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ഒരു നടനാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണെന്ന്. മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം സ്വന്തം മനോജ് കെ ജയൻ. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോജ് കെ ജയൻ. നമസ്കാരം ചേട്ടാ. എന്താ പറയുക, കാരണം മനോജ് വരുമ്പോഴത്തേക്ക് ഒരു പാക്കേജും കൊണ്ടാണ് വരുന്നത്. അഭിനയമെങ്കിൽ അഭിനയം, തമാശ ആണെങ്കിൽ തമാശ, പാട്ടാണെങ്കിൽ അതിഗംഭീരം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ചേട്ടൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോകണോ അവിടെയൊക്കെ ഞാൻ കാണും. എനിക്കിതെല്ലാം വളരെ പ്രഷ്യസ് ആണ് ചേട്ടനോടുള്ള ഓരോ ഉലകനായകൻ എന്ന് പറയുമല്ലോ കമലഹാസൻ. കമലഹാസൻ തമിഴിലാണെങ്കിൽ മലയാളത്തിൽ അത് മനോജ് കെ ജയൻ. ചേട്ടാ അത് ഈ രണ്ട് കോൺട്രാസ്റ്റ് ആണ് ചേട്ടാ. ഒന്ന് സർഗത്തിലൂടെ ഹരിഹരൻ സാർ ഈ കുട്ടൻ തമ്പുരാനെ തന്നപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഇയർ തന്നെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കടപ്പുറത്ത് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു മുക്കുവ കഥാപാത്രമായ ആൻഡോയെ ചമയത്തിലൂടെ എനിക്ക് ഭരതേട്ടൻ തന്നു. അപ്പൊ ഈ രണ്ട് കോൺട്രാസ്റ്റ് ഒരു അടുത്ത വർഷം തന്നെ മാറ്റി തന്നപ്പോൾ എനിക്ക് എന്നിലെ വെർസറ്റാലിറ്റിയെ വളർത്താനായിട്ട് ഈ രണ്ട് മഹാസംവിധായകർ ഗുരുക്കന്മാർ അവരുടെ അനുഗ്രഹമാണ്. ചേട്ടൻ ഈ പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് 30-35 വർഷം ആവുന്ന ചേട്ടാ. കുറേ കഥാപാത്രങ്ങളും സിനിമ 100-200ഓളം സിനിമകളൊക്കെ ആയി. അതൊക്കെ അവരുടെ അനുഗ്രഹമാണ്, എൻ്റെ ഒരു കഴിവുമല്ല. പാടാൻ നേടാം ചേട്ടാ. ഇപ്രാവശ്യം നമുക്ക് ഗാനമേളകളിൽ ഇത് അമൃത ടിവിയുടെ ഒരു എന്താണ് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഷോ ആയിട്ട് മാറുകയാണ്. അല്ല, എല്ലാ കാലത്തും അമൃത ടി വി അങ്ങനെയുള്ള പുതുമ സമ്മാനിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് ഇതിൻ്റെ ഒരു തീം ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഇവരൊക്കെ നമ്മൾ ആ കോളേജ് ടൈമിലൊക്കെ ഈ പറഞ്ഞ അന്നത്തെ ഗംഭീര ഗാനമേള ഗായകരെ ഭയങ്കര ആരാധനയോടെ നോക്കുന്ന കാലമുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു സ്പേസ് ഇല്ല, അവരെ കൂടുതൽ അറിയിക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തൊരു കാലമായിരുന്നു. ഇപ്പോഴും അതിനുവേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല, ആ വേദി കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ല. അത് വലിയൊരു കാര്യം, വലിയൊരു കാരുണ്യ പ്രവൃത്തി തന്നെയാണ്. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആണ്. ഇവരുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓടിയെത്തിയത്. പാടാം നേടാം എന്ന ഈ പുതിയ ഷോയുടെ ആദ്യത്തെ എപ്പിസോഡാണ്. നിങ്ങളെല്ലാം അനുഗ്രഹിക്കണം, നിങ്ങളുടെ അനുഗ്രഹമാണ് ഞങ്ങളുടെ സക്സസ്. തീർച്ചയായും. സോ മനോജ് പ്ലീസ്. കേരളത്തിലെ ഗാനമേള എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗായകൻ, ഗാനമേളയുടെ സൂപ്പർ സ്റ്റാർ. ഇദ്ദേഹം പാടാത്ത സ്ഥലങ്ങളില്ല. കേരളത്തിലും വിദേശത്തുമായിട്ട് ഒരുപാട് ഗാനമേളകൾ പാടിയ ഒരു അസാധ്യ ഗായകൻ മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം സ്വന്തം കലാഭവൻ സാബു. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കലാഭവൻ സാബു. സന്തോഷം സാബു. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സാബുവിനെ കണ്ടിട്ട് വേണ്ടത്ത് വെച്ചാൽ തരങ്ങണി സ്റ്റുഡിയോയിൽ വെച്ചാൽ നമ്മള് ഒരു കുറേ വർഷങ്ങളായി രംഗമാഷിയുടെ രംഗമാഷ്. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ സാബു ആദ്യത്തെ ഗാനം പാടാൻ വന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാബു നമസ്കാരം. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമസ്കാരം ജയ ചേട്ടാ. ഒരുപാട് സന്തോഷം. ഇതെല്ലാം ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ അമൃത ടിവിയുടെ ഈ പാടാം നേടാം എന്ന് പറഞ്ഞൊരു പരിപാടി ഇത്രയും വലിയൊരു ആംബിയൻസിൽ അദ്ദേഹത്തിൻ്റെയോടൊപ്പം ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. കുറേ നാളുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നൊരു കാര്യം, ഇവിടെ OV റാഫേൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോണി റാഫേലിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിനൊരു കീബോർഡ് ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കീബോർഡേ ഉള്ളൂ ട്രിവാൻഡ്രത്ത്. പക്ഷേ ഈ കീബോർഡ് ഒരു ഗാനമേളയ്ക്ക് പോയാൽ വരാൻ നോക്കിയിരിക്കുക അടുത്ത ആൾക്കാർ. 100 രൂപയാണ് വാടക. ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ഇങ്ങനൊരു ഷോ അമൃത TV തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സാബുവാണ് ആദ്യത്തെ പാട്ട് പാടാൻ പോകുന്നത്. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും സാബുവിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരം
കൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു, അന്തഃപുരമാകെ കോരിത്തരിച്ചു, കോരിത്തരിച്ചു. വിഭവങ്ങൾ ഒരുങ്ങി, വിദ്വാൻമാരൊരുങ്ങി, വിലാസ നൃത്തം തുടങ്ങി, വിലാസ നൃത്തം തുടങ്ങി. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ആടകൾ ചാർത്തിയ തന്മണി വിഗ്രഹം അവിടെയും സൂക്ഷിച്ചിരുന്നു, അവിടെയും സൂക്ഷിച്ചിരുന്നു. മധുര പദാർത്ഥങ്ങളായിരം വിളമ്പി, മധുര പദാർത്ഥങ്ങളായിരം വിളമ്പി, മദിരാ ചഷകം തുളുമ്പി, മദിരാ ചഷകം തുളുമ്പി. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഒരു പിടിച്ചോറിനായി യാചിച്ചു ദൈവം, ചിരികൾ ഉയർന്നു സദസ്സിൽ, ചിരികൾ ഉയർന്നു സദസ്സിൽ. ഒരു കാവൽക്കാരൻ വാളോങ്ങി നിന്നു ചിരിച്ചു, പിൻവാങ്ങി. ഭഗവാൻ, ഭഗവാൻ, ഭഗവാൻ. ആഹാ, സബാഷ്, സബാഷ്, സബാഷ്. വൗ. നമ്മുടെ പാടാം നേടാം എന്ന ഷോയുടെ ആദ്യ ഗാനം സാബു ഇവിടെ ആലപിച്ചു. ഐശ്വര്യമാണ്. അത് ഗംഭീരമായിരിക്കും, ഗംഭീരമായിരിക്കും, അസാധ്യമായിട്ട് പാടി. ഇപ്പൊ സാബു ഇപ്പൊ എത്ര വർഷമായി? 76-77 കാലഘട്ടത്തിലാണ് കലാഭവനിൽ അന്ന് ഉം. ചേർന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. +2 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്നും വയ്യാണ്ട് പാടാനൊക്കെ ഇരുന്നു. വീണ്ടും ഈ കലാഭവനിൽ വരുന്നത് പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി ആ സമയത്തൊക്കെയാണ് കലാഭവനിൽ വരുന്നത്. ആ ഇടയ്ക്കാണ് 87-ലാണ് ഞങ്ങൾ മറ്റേ ജയറാം ഉൾപ്പെടെ ഉള്ള സംഘം ദുബായിൽ ജയറാം അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 40-45 വർഷം, 40 വർഷത്തിന് മേലെയായിട്ട്. 40 വർഷം. അമ്മേ, ആ നന്നായിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, Thank you. എവിടാണ് ജനിച്ചത്? എൻ്റെ ശരിക്കും സ്ഥലം എറണാകുളം ജില്ലയിൽ തെക്കൻ പറവൂരാണ്. തെക്കൻ പറവൂർ. ഞാനിപ്പോൾ താമസിക്കുന്നത് ഉദയംപേരൂർ. വീട്ടിലെ ഇപ്പം അച്ഛൻ അമ്മ അങ്ങനെയാണ്? അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു. എന്തായിരുന്നു അച്ഛൻ്റെ? അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഓ, റൈറ്റ് റൈറ്റ്.
ഞാൻ പഠിച്ചത് തെക്കൻ പറവൂർ പട്ടേൽ മെമ്മോറിയൽ സ്കൂളിലാണ്. അവിടുത്തെ അധ്യാപകരാണ് എന്നിലെ പാട്ടുകാരനെ കണ്ടെത്തി പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി എന്നെ കലാഭവനിൽ ചേർത്തത്. അമ്മ എന്തായിരുന്നു? ഹൗസ് വൈഫ് ആയിരുന്നോ? ജോലി ഉണ്ടായിരുന്നു? അമ്മ ഹൗസ് വൈഫ്. അപ്പൊ നിങ്ങളുടെ ഈ ബാല്യകാലം എന്ന് പറയുന്നത് ഞങ്ങൾ സാധാരണ വളരെ മത്സ്യത്തൊഴിലാളി ആ ഏരിയ അങ്ങനെയാണ്. അപ്പൊ അവിടുന്ന് എനിക്ക് കലാഭവനിൽ പഠിപ്പിക്കും. അവിടെ ഫീസൊക്കെ കൊടുക്കണമല്ലോ. അവിടെ ഫീസ് കൊടുക്കാൻ അച്ഛന് നിവൃത്തിയൊന്നുമില്ലായിരുന്നു. എൻ്റെ സ്കൂളിലെ അധ്യാപകരാണ് എന്നെ പിരിവിട്ട്. ഇപ്പോ ഈ കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ച് തന്നെയാണ് സാബു മുമ്പോട്ട് വന്നത്. അപ്പൊ ഈ കോളേജിൽ എങ്ങനെയായിരുന്നു? രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയമൊന്നുമില്ല. നമ്മൾ ചെറിയൊരു ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര മിമിക്രി ഭയങ്കര താല്പര്യം. അല്ല, കോളേജിൽ എന്തായിരുന്നു മിമിക്രി കാണിച്ചുകൊണ്ടിരുന്നത്? ആരെയായിരുന്നു? അന്നത്തെ നടന്മാര്, അന്നത്തെ KP ഉമ്മർ, ഒരു 2 എണ്ണം സാബു. ഉമ്മൊക്കെ കാണിക്കേ? ശോഭി അത് കാണിക്കേ? ശോഭി, ഇനിയും നീ ആ വൃത്തികെട്ട ക്ലബിൽ പോയാൽ ഒടിച്ചു നിന്റെ അണപ്പുല്യം തെറിപ്പിക്കും. PK എബ്രഹാം എന്ന് പറഞ്ഞത് പ്രത്യേക ഒരു റെൻഡറിങ് അദ്ദേഹം. ഈ രാജ്യം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പിടിയിൽ അമർന്നിരിക്കുകയാണ്.